സമയം രാത്രി 10 മണി. അവൻ മെല്ലെ മെല്ലെ നടന്നു വരുന്നു. അവളെ കാണുന്നു. ഇത് മനോഹരമായിട്ട് കഥ എഴുതുക. എന്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന ഒരു കഥയാണ്. അതെ, അത് ഞാൻ ഇങ്ങനെ എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്ലൈമാക്സ് ഒന്നും ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ. ക്ലൈമാക്സ് പിടികിട്ടും. നമസ്കാരം. ഇതൊരു എനർജിയിലാത്ത അപ്പോ റേഡിയോ 91.7 FM എല്ലാ ടീം മെമ്പേഴ്സും ഒരുമിച്ച് വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഉണ്ടാവും നിങ്ങൾക്കറിയാം. അപ്പോ നമ്മള് റേഡിയോ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം അങ്ങ് എന്താ പറയുക പ്രഖ്യാപിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. റേഡിയോ റീൽസ്. ഇൻസ്റ്റാ റീൽസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്. അപ്പൊ എന്താണ് റേഡിയോ റീൽസ് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. റേഡിയോ റീൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ 3 മിനിറ്റുള്ള ഒരു വീഡിയോ ഓഡിയോ കാണുക, കേൾക്കുക. Radio, radio, reels. Suno, radio reels. യെസ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, ഏത് പ്രശ്നങ്ങളും തന്റെ ഇടത്തോടെ നേരിടുക. അങ്ങനെ വരുമ്പോ ഈ ലോകം നിങ്ങളെ വണങ്ങും, ജീവിതം വേറെ ലെവൽ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. ഒപ്പം ചുമ്മാ കിഴി എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സീ യു സൂൺ. ചുമ്മാ കിഴി. ചുമ്മാ കിഴി വിത്ത് മോട്ടിവേഷണൽ സ്പീക്കർ ജീവൻ. മിസ്റ്റർ ഇൻഫ്ലുവൻസർ, ഞാൻ എന്റെ മാക്സിമം ഇൻഫ്ലുവൻസ് വെച്ച് നോക്കി, പക്ഷേ നോ രക്ഷ. തന്റെ ഭാര്യയ്ക്ക് വിവാഹമോചനം കിട്ടിയേ പറ്റൂ. പ്രതീക്ഷിച്ചു. ഇനിയിപ്പോ അവസാനത്തെ ശ്രമം പോലെ താനൊന്ന് നേരിട്ട് വിളിക്ക്. അറ്റ്ലീസ്റ്റ് നഷ്ടപരിഹാരമെങ്കിലും കുറഞ്ഞു കിട്ടുമോ നോക്കാലോ. നോക്കട്ടെ. അതെന്റെ ഇഷ്ടം. പിന്നെ എന്റെ ഫീസ് വേഗം സെറ്റിൽ ചെയ്യണം. വേറൊന്നുമല്ല, തന്റെ വീഡിയോസിന്റെ വ്യൂവേഴ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയേ. സംസാരിക്കേണ്ടെന്ന്. ദീപു വാ ഇരിക്കേ. അല്ല, എന്ത് തീരുമാനിച്ചു നീ? ഒപ്പിടാൻ തീരുമാനിച്ചു. ഞാനൊന്നുകൂടെ സംസാരിക്കണോ? ഒരു അവസാന ശ്രമമായിട്ട്. കാര്യമില്ലടാ, സംസാരിക്കേണ്ട സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനോടും അവളോടും നേരെ ചൊവ്വെ സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാവില്ലായിരുന്നു. മോളോടൊപ്പം പുറത്തു പോകാൻ നേരമില്ലായിരുന്നു. അവൾ ഹോസ്പിറ്റലൈസ്ഡായപ്പോൾ കൂടെ ഇരിക്കാൻ നേരമില്ലായിരുന്നു. അതെങ്ങനെയാ? ആ സമയത്ത് നിനക്ക് ഫേമസ് ആവണമായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനൽ, ക്യാഷ്, ഫാൻസ്, പോപ്പുലാരിറ്റി, ഇൻഫ്ലുവൻസർ, എന്തോട്ടായിരുന്നു. അതെ, ആ ഓട്ടത്തിനിടയിൽ സ്വന്തം ജീവിതം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ മറന്നുപോയി. അവസാനം എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാൻ വെറും ഒരു സബ്സ്ക്രൈബറായിപ്പോയി. പറഞ്ഞു വരുമ്പോൾ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ. പക്ഷേ സ്വന്തം ജീവിതമോ തികഞ്ഞ പരാജയം. എനിക്കാ ഇപ്പൊ കിഴിവേണ്ടത്. സാരില്ലടാ, പോട്ടെ. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? നാളെ ഷൂട്ടുണ്ടേ. ആഹാ, എന്താ സബ്ജക്റ്റ്? അറിയേണ്ട സബ്ജക്റ്റാ. ഉയർന്ന ചിന്താഗതിയും. വേണ്ട വേണ്ട, മനസ്സിലായി. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ റേഡിയോ റീൽസ്. ഇനി ഇതുപോലെ നിങ്ങൾക്കും ഉണ്ട് ഒരവസരം. യെസ്, ഇതുപോലെ തന്നെ 3 മിനിറ്റിൽ കൂടാത്ത ഒരു സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ഭാവനയിൽ വരുന്ന ആ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് അയക്കാം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID യിലേക്കോ നിങ്ങൾക്ക് അത് അയക്കാവുന്നതാണ്.
5000917 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. മെയിൽ ID pr@suno.qa എന്നുള്ള മെയിൽ ഐഡിയിലേക്കും നിങ്ങളുടെ ആ ഒരു ഭാവനകളൊക്കെ നമ്മൾക്ക് അയച്ചു തരാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരുപാട് കഥകൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്കൊക്കെ കാണും. അപ്പൊ ഈ കഥകളൊക്കെ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് പറയുക, അത് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും. അപ്പോ ഇതിന്റെ ഒരു ശബ്ദം നിങ്ങൾക്കിപ്പോ ഇതിനെ ഡബ് ചെയ്ത് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ അയച്ചാൽ അതിന് അനുയോജ്യരായ കഥാപാത്രങ്ങളെയും ശബ്ദങ്ങളെയും നമ്മൾ തന്നെ നിങ്ങളുടെ ഇടയിൽ നിന്നും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇടയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് ഇതിനെ നമ്മൾ ഒരു വലിയ സംഭവമാക്കി ഒരു റേഡിയോ റീൽസ് ആക്കി മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഖത്തറിലെ എല്ലാ പ്രിയപ്പെട്ട എഴുത്തുകാരെയും റേഡിയോ റീലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേഗം നിങ്ങളുടെ മനസ്സിലെ കഥകളൊക്കെ പോകുന്നുണ്ട്. ഒരിക്കൽ കൂടി 5000917 എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ pr@suno.qa എന്ന മെയിൽ ഐഡിയിലേക്കോ നിങ്ങളുടെ സൃഷ്ടികൾ അയക്കാവുന്നതാണ്. അപ്പോ കേട്ട്